ഞാൻ ആകെ പ്രിലിംസിന് എടുത്തിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് അന്തി ബ്ലോഗ്സിന്റെ ടെസ്റ്റ് സീരീസ് മാത്രമായിരുന്നു. ആ ടെസ്റ്റ് സീരീസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബലത്തിലും കൂടിയാണ് ഞാൻ പ്രിലിംസ് ക്രാക്ക് ചെയ്തത്. കാരണം മെയിൻസിലേക്ക് വരുന്ന ടൈമിൽ ഞാൻ അന്തി ബ്ലോഗ്സിന്റെ കോഴ്സാണ് മെയിൻസിന് വേണ്ടിയിട്ട് എടുത്തത്. കേരളത്തിലെ KS ഏറ്റവും അഫോർഡബിൾ ബാച്ച് നമ്മുടെ ആയിരുന്നു അല്ലേ, വളരെ തുച്ഛമായിട്ടുള്ള ഫീസായിരുന്നു. റിസൾട്ട് റാങ്ക് 9 എന്ന് കണ്ടപ്പോൾ ഫസ്റ്റ് മനസ്സിൽ കൂടെ പോയൊരു തോട്ട് എന്തായിരുന്നു? എനിക്ക് സഹറാണ് ഫസ്റ്റ് ഇരുന്ന് എന്റെ ബയോഡേറ്റ ഫുള്ള് കറക്ഷൻ ചെയ്തൊരു നല്ല ബയോഡേറ്റ ആയിട്ട് ഹെൽപ്പ് ചെയ്തത്. ഈ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ KS റാങ്ക് ലിസ്റ്റുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ റാങ്ക് താഴെയാണല്ലോ എന്ന് കരുതി വിഷമിച്ചിരിക്കുകയായിരിക്കാം. സോ ദിവ്യ, കൺഗ്രാറ്റുലേഷൻസ്. വർഷങ്ങളായിട്ട് അറിയാമെങ്കിലും ഇന്നാണ് നേരിട്ടൊന്ന് കാണാൻ പറ്റിയത്. നമ്മുടെ ബാച്ചിലെ മെമ്പറാണ്, കമ്മ്യൂണിറ്റിയിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അംഗമാണ്. ഞാൻ ഫസ്റ്റ് ആക്ച്വലി നമ്മൾ സംസാരിക്കുന്നത് മോക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിൽ പോലും വർഷങ്ങളായിട്ട് നമ്മുടെ ബാച്ചിൻ്റെ കമ്മ്യൂണിറ്റിയുടെ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. സർവോപരി ഒരു നാട്ടുകാരാണ്. ഒരു നാട്ടുകാരായിട്ട് നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി, സാരമില്ല. സോ റാങ്ക് 9, KSൻ്റെ റാങ്ക് 9 വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാംസിൽ ഒന്നാണിത്. അതിലൊരു സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു അച്ചീവ്മെൻ്റ് ആണ്. അതും പല പല പ്രതിസന്ധികളെ ഓവർകം ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഈ ഒരു മൊമെൻറ്റിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ലെങ്കിൽ റിസൾട്ട് റാങ്ക് 9 എന്ന് കണ്ടപ്പോൾ ഫസ്റ്റ് മനസ്സിൽ കൂടെ പോയൊരു തോട്ട് എന്തായിരുന്നു? ഒന്നെനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം ഞാൻ കുറച്ചധികം നൽകുന്നു. ഈ പറഞ്ഞ പോലെ 2019 തൊട്ട് സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കൊരു എത്തിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്നായി കാണിച്ചു കൊടുക്കണം നമ്മൾ കുട്ടികളുടെ മുമ്പിൽ. അപ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ടീച്ചർക്ക് എന്താ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നും. പിന്നെ നമുക്ക് തന്നെ സെൽഫായിട്ട് തോന്നും, ഓക്കെ ഇത്രയും പേരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് എഴുതിക്കൂടാന്നുള്ളത്. അപ്പോൾ ഞാനൊരു ബ്രേക്കിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും KSൽ. അപ്പോൾ അതിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റും കൂടെയാണ്. എനിക്കിനി ഒരു അറ്റംപ്റ്റ് ലെഫ്റ്റാണ് സിവിൽ സർവീസിന്. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് അതും എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ 2 പ്രാവശ്യം മെയിൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് അതും ക്രാക്ക് ചെയ്ത് ഇതുപോലെ ഒരു സിംഗിൾ ഡിജിറ്റിൽ എത്താൻ പറ്റും എന്നൊരു തോന്നൽ വരും. മോക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം അതാണ്. അടുത്ത പ്രാവശ്യം UPSC ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ KSൽ ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് എത്തിയ കാര്യം നമുക്ക് ഡാഫിൽ ഫിൽ ചെയ്യാൻ പറ്റണം. ഓൾറെഡി ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സോ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അറിയാലോ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ KSൻ്റെ ഏറ്റവും അഫോർഡബിൾ ബാച്ച് നമ്മുടെ ആയിരുന്നു അല്ലേ, വളരെ തുച്ഛമായിട്ടുള്ള ഫീസായിരുന്നു. ഇത് പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി അങ്ങനെ അധികം പണം മുടക്കാറില്ല. അതും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിൽ ബാച്ചിന്റെ ഫീസ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. വളരെ ചീപ്പായിരുന്നു നമ്മുടെ ബാച്ചിന്റെ ഫീസ്. പക്ഷേ ക്ലാസ്സിന്റെ ക്വാളിറ്റി നമ്മൾ എക്സ്ട്രീംലി ഹൈ ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മുടെ ബാച്ചിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ബാച്ചിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് പറയുന്നത്? ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്കൊരു UPSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ പ്രിലിംസിന് വേണ്ടിയിട്ട് പൊതുവേ ഒരു കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ പ്രിലിംസിന് എടുത്തിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് അന്തി ബ്ലോഗ്സിന്റെ ടെസ്റ്റ് സീരീസ് മാത്രമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്നോട് ചോദിക്കുന്ന ആൾക്കാരടുത്തും ആ ടൈമിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ടെസ്റ്റ് സീരീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെ എടുക്കേണ്ട, കാരണം അതിൻ്റെ ആ എക്സ്പ്ലനേഷൻ നോട്ട് തന്നെ മോർ ദാൻ ഇനഫാണ്. കാരണം നമുക്ക് കവർ ചെയ്തതും നമ്മൾ വിട്ടുപോയതും റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ക്വസ്റ്റ്യൻ്റെ ഹെഡിന് താഴെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കോംപ്രിഹെൻസീവ് നോട്ട് പോലെ തന്നെ തരാറുണ്ട്. ആ ടെസ്റ്റ് സീരീസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബലത്തിലും കൂടിയാണ് ഞാൻ പ്രിലിംസ് ക്രാക്ക് ചെയ്തത്. കാരണം വളരെ കുറച്ച് പ്രിപ്പറേഷനെ ഞാൻ പ്രിലിംസിന് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ദെൻ മെയിൻസിലേക്ക് വരുന്ന ടൈമിൽ ഞാൻ അനതി വ്ളോഗ്സിൻ്റെ കോഴ്സാണ് മെയിൻസിന് വേണ്ടിയിട്ട് എടുത്തത്. അതായത് കേരള സ്പെസിഫിക് ടോപ്പിക്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എനിക്ക് ആൻസർ റൈറ്റിങ്ങിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടും ഞാൻ എടുത്തിട്ടുള്ള ഒരു സോഴ്സ് അനതി വ്ളോഗ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ അവിടെയാണ് എനിക്ക് ഞാൻ വേറെ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കുന്നത് അവർ ഏത് ടൈമിലും നോക്കിത്തരാൻ വില്ലിങ് ആയിട്ടുള്ളതും
എഴുതുന്നതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് പറഞ്ഞു തരുന്നതും എന്ത് അധികം പോയിന്റ് ആഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നതും ഒക്കെ നല്ല മെൻറ്റേഴ്സായിരുന്നു. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു മെൻറ്ററായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്തിട്ടുള്ളതും അതാണ്. എപ്പോഴും നമുക്കൊരാൾ ആൻസർ എഴുതി തന്നാലും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കി കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് പലയിടത്തും നോക്കി തരായിരുന്നപ്പോഴും ഞാൻ ഈ ടൈം ഇങ്ങനെ എനിക്കൊരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ എനിക്ക് സഹറാണ് ഫസ്റ്റ് ഇരുന്ന് എൻ്റെ ബയോഡേറ്റ ഫുള്ള് കറക്ഷൻ ചെയ്ത ഒരു നല്ല ബയോഡേറ്റയൊക്കെ ഹെൽപ്പ് ചെയ്തത്. അതിനുശേഷം പിന്നെ മോക്കിൽ എൻ്റെ ഇഷ്യൂസ് ഫസ്റ്റ് അഡ്രസ്സ് ചെയ്ത സാറാണ്. അതിൽ നിന്നുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരുന്നു ബാക്കി എല്ലാ മോക്കിനും എനിക്ക് വന്നത്. എനിക്കൊരു 33 മാർക്കാണ് മോക്കിൽ മെയിൻ ഇൻ്റർവ്യൂവിന്. വൺ ഓഫ് ദ ഹൈ സ്കോറാണ്. അപ്പോൾ എനിക്ക് അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്ന സാറാണ്. അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഫസ്റ്റ് ഇതിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 2028 ഒക്കെ ബാൻഡിൽ പോയേനെ. അതിൽ നിന്ന് ഇത്രയും മാർക്ക് ഇമ്പ്രൂവ് ആയത് സാറിൻ്റെയും കൂടി ഒരു എഫേർട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് ഇപ്പം നമുക്ക് 24 hours ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഈവൻ ഇൻ്റർവ്യൂ പ്രോഗ്രാംസ് ആണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ഇൻ്റർവ്യൂ എടുത്ത് കൊടുക്കുന്നത് രാത്രി 11 മണി 12 മണിക്കാണ്. അതിൽ വർക്കിംഗ് ക്യാൻഡിഡേറ്റ്സിൻ്റെ ഒരു സ്ട്രഗിൾ ഞങ്ങൾക്കറിയാം. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു 8 മണി അല്ലെങ്കിൽ 5 മണി സമയത്ത് ആൻസർ ചെയ്ത് തരാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി ചെയ്യാനുള്ള സമയം കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ഫുൾ ടൈം അലേർട്ടാണ്. അതുപോലെ ടെസ്റ്റ് സീരീസ് ആണെങ്കിലും ടെസ്റ്റ് സീരീസിന് പേര് മാത്രമേ ഉള്ളൂ, അതൊരു സെമി ക്ലാസ് റൂം പ്രോഗ്രാം തന്നെയാണ്. വീഡിയോ ക്ലാസ്സസ് ഇഷ്ടം പോലെ ഉണ്ട്, റിവിഷൻ ക്ലാസ് ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ PDF നോട്ട്സ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് മാക്സിമം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ദ വേർഡ്സ്. പക്ഷേ എനിക്ക് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻഡ് ഓഫ് ദി ഡേ ഇത് ദിവ്യയുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു സക്സസ് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് നിമിത്തം, അത് മാത്രമേ ഉള്ളൂ. എൻഡ് ഓഫ് ദി ഡേ അത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തപ്പോൾ നമ്മുടെ ബാച്ചിൽ എത്രയോ അംഗങ്ങളുണ്ട്, പക്ഷെ എല്ലാവർക്കും റാങ്ക് 9 എത്താനോ അല്ലെങ്കിൽ ടോപ്പ് 10 റാങ്കിലേക്ക് എത്താനോ സാധിക്കുന്നില്ല. ബേസിക് റീസൺ മീൻസ് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് മറ്റെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്, അല്ല കേസിൻ്റെ തുടക്കം മാത്രമാണ്. ഇനി UPSC ഒരു പ്ലാനായിട്ട് മൈൻഡിലുണ്ടോ? എന്താണ്? എനിക്കൊരു അറ്റംപ്റ്റും കൂടി UPSCയിലുണ്ട്. എൻ്റെ ഏജ് ഇതാകുമ്പോഴത്തേക്കും ജനറൽ കാറ്റഗറിയുടെ ഏജ് ക്രോസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒരു സീരിയസ് അറ്റംപ്റ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി കേസിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്ന നിലയ്ക്ക് അതും കൂടി ഫോളോ അപ്പ് ചെയ്ത് പോകണം. ഈ പ്രാവശ്യം കൂടി എനിക്ക് പ്രിലിംസ് എഴുതണം, അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൂടി ഈ റിസൾട്ട് വന്നു കഴിയുമ്പോൾ മനസ്സിലുണ്ട്. അതൊരു വലിയ ബൂസ്റ്റാണ് സത്യം പറഞ്ഞാൽ. കാരണം നമുക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും പല സമയത്തും. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ ഓക്കെ പറ്റും, ഇത് ക്രാക്ക് ചെയ്തല്ലോ. കാരണം ഇത് UPSC ആസ്പിരൻസ് തന്നെയാണ് എഴുതിയത്. അപ്പോൾ അവരോട് കമ്പീറ്റ് ചെയ്ത് നമ്മൾ അപ്പോൾ പിന്നെ ഇതിലുണ്ടായിരുന്ന പലരും UPSCയുടെ എപ്പോഴും ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ നമുക്ക് ആ ബാൻഡിലുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ് എന്നുള്ളതൊരു അതൊരു വലിയ ബൂസ്റ്റാണ് സത്യം പറഞ്ഞാലുള്ള. ആ ലിസ്റ്റിലുള്ള ആർക്കും എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിപ്പോൾ ഒരു ടോപ്പ് 10 ടോപ്പ് 20 ഒന്നും അല്ല ഞാൻ പറയുന്നത്. ആ ലിസ്റ്റിൽ ഏത് പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾക്കും അത് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ബൂസ്റ്റാണ്. ഈ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ KS റാങ്ക് ലിസ്റ്റുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ റാങ്ക് താഴെയാണല്ലോ എന്ന് കരുതി വിഷമിച്ചിരിക്കുകയായിരിക്കാം. പക്ഷേ അങ്ങനെ വിഷമിക്കാനുള്ള ലക്ഷ്യം നിങ്ങൾക്കില്ല. അത് നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലേ? കാര്യം KS റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ UPSC റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. കാര്യം എൻ്റെ ഒരു ഒബ്സർവേഷൻ അനുസരിച്ച് UPSCയേക്കാൾ ചലഞ്ചിങ്ങും കോമ്പറ്റീറ്റീവും ആയിരുന്നു KS എക്സാം. കാര്യം വളരെ കുറച്ച് സീറ്റ്സ്, ഇത്ര ഹൈ കോമ്പറ്റീഷൻ, അല്ലേ? അപ്പം അതൊരു റിമൈൻഡർ ആയിട്ട് എടുക്കുക. ഈ വേർഡ്സ് നിങ്ങൾ ആരും മറക്കരുത്. ഓക്കെ.